വായനക്കാരെ ത്രില്ലടിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാത്രം ലഭിക്കുന്ന ഒരു സ്റ്റോളുണ്ട് നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ. ഡിറ്റക്റ്റീവ് ഹൊറർ നോവലിസ്റ്റ് കോട്ടയം പുഷ്പനാഥിന്റെ പുസ്തകങ്ങളുടെ സ്റ്റോളിൽ വൻ തിരക്കുമാണ്. കേരളത്തിലെ മികച്ച അപസർപ്പക സാഹിത്യകാരനെ ഇന്നത്തെ കാലത്ത് അടയാളപ്പെടുത്തുകയാണ് കോട്ടയം പുഷ്പനാഥ് പബ്ലിക്കേഷൻസ് ഈ പുസ്തകമേളയിൽ. കഴിഞ്ഞ 50-ലേറെ വർഷങ്ങളായി മലയാളി വായനക്കാരെ ഉദ്വേഗഭരിതമായ കഥാസാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോയ ഡിറ്റക്റ്റീവ് ഹൊറർ നോവലിസ്റ്റ് കോട്ടയം പുഷ്പനാഥിന്റെ 70ഓളം പുസ്തകങ്ങളാണ് പുനർപ്രസിദ്ധീകരിച്ചത്. ഈ ബുക്കുകളും ഓഡിയോ ബുക്കുകളുമുണ്ട്. കോട്ടയം പുഷ്പനാഥ് എന്നറിയപ്പെടുന്ന CG സക്കറിയയുടെ ചെറുമകൻ റയാൻ പുഷ്പനാഥാണ് നിലവിൽ കോട്ടയം പുഷ്പനാഥ് പബ്ലിക്കേഷൻസിന് നേതൃത്വം നൽകുന്നത്. ഇത് കോട്ടയം പുഷ്പനാഥ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റാളാണ്. ഇവിടെ കോട്ടയം പുഷ്പനാഥിൻ്റെ പുസ്തകങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. അദ്ദേഹത്തിന് 350ഓളം പുസ്തകങ്ങളുണ്ട്. അതിൽ 70 പുസ്തകങ്ങൾ മാത്രമാണ് റീപബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ റീപബ്ലിഷ് ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, കോട്ടയം പുഷ്പനാഥ് ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരാണ് കൂടുതലായിട്ടും ഈ പുസ്തകം വന്ന് വാങ്ങുന്നത്. പിന്നെ യുവാക്കളായ ആൾക്കാർ, യങ്സ്റ്റേഴ്സായ ആൾക്കാർ ഈ പുസ്തകം വന്ന് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കും ഫാൻസ് ഉണ്ട്. അതായത് ഡിറ്റക്റ്റീവ് മാർക്സിൻ, അതുപോലെ ഡിറ്റക്റ്റീവ് പുഷ്പരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സുണ്ട്. അതിന് തന്നെ ഫാൻസായ ആൾക്കാരുണ്ട്. സെപ്പറേറ്റ് വന്ന് ആ സെപ്പറേറ്റ് പുസ്തകങ്ങൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഭയവും ത്രസിപ്പിക്കുന്ന ട്വിസ്റ്റുകളും ഉത്തരമില്ലാത്ത കഥാസാഹചര്യങ്ങളും പുഷ്പനാഥ് നോവലുകളുടെ പ്രത്യേകതയായിരുന്നു. 1968 സയന്റിഫിക് ത്രില്ലറായ ആദ്യ നോവൽ ചുവന്ന മനുഷ്യനിലൂടെയാണ് പുഷ്പനാഥ് എഴുത്തിന്റെ ലോകത്തേക്ക് വന്നത്. തുടർന്ന് 350ഓളം പുസ്തകങ്ങൾ കോട്ടയം പുഷ്പനാഥ് പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.